കടത്തെ പറ്റിയുള്ള ഒത്തിരി ഡിസ്കഷൻസ് നടക്കുമ്പോൾ തീർച്ചയായും ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആയി മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നേരത്തെ ഒരു സൂചന വന്നു. അതുകൊണ്ട് തന്നെ ജി എസ് ടിയുടെ കളക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് അതർ റിസോഴ്സസ് ആയിക്കോട്ടെ, അതർ നോൺ ടാക്സ് റവന്യൂ ഒക്കെ ആയിക്കോട്ടെ, അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഒത്തിരി വളർച്ച നമുക്ക് കാണാൻ പറ്റാത്തത് ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അറ്റ് ദ സെയിം ടൈം റവന്യൂ കളക്ഷൻ ഉണ്ടാകുന്ന ഒരു ഇൻഎഫിഷ്യൻസി, അല്ലെങ്കിൽ ചില സ്ഥലത്ത് തന്നെ അഡ്മിനിസ്ട്രേഷനിൽ സർക്കാർ തന്നെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ, അതെല്ലാം ഒന്നുകൂടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് സർക്കാർ കാണിക്കാറുള്ളത്. സോ നാച്ചുറലി അങ്ങനത്തെ ഒരു പ്ലാനോടുകൂടെ ഒരു ബെഞ്ച്മാർക്കോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റോ ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ അങ്ങനത്തെ ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടും റിയലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് കേരളം പോലൊരു സംസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ സർവീസ് സെക്ടറിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന വെച്ചാൽ ഫിസിക്കൽ ഏരിയ ടാർഗറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ റിയൽ സെക്ടേഴ്സിനെയും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അത്തരം സെക്ടേഴ്സിന്റെയും കൂടെ വളർച്ചയെ വളരെ കാര്യമായി ശ്രദ്ധിക്കുകയും അത് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മാർഗനിർദ്ദേശങ്ങളും കൂടെ ബജറ്റിൽ വരികയാണെങ്കിൽ ഇത്തരം ടാർഗറ്റുകൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്.